ലക്ഷ്മി കാണാത്ത്, കാണുന്ന ആളായാലും വേണ്ടില്ല, കാണാത്ത ആളായാലും നമുക്ക് പ്രശ്നമില്ല, ഒരു വിരോധമില്ല. പക്ഷേ അവളെ അഭിപ്രായം ദഫ് മുട്ടും പാട്ടും അങ്ങനെയുള്ള കോലാളങ്ങളൊക്കെ എന്തിനാണ് അമ്പലപ്പറമ്പുകൾ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. അതിൽ കൂടെ ദഫ് മുട്ടി പോയപ്പോൾ ചിലപ്പം നബിദിന ആഘോഷത്തിൽ ചിലപ്പം ആ അമ്പലക്കാർ ക്ഷണിച്ചിട്ടുണ്ടാവും, അവിടെ നിന്ന് പാടാൻ പറഞ്ഞിട്ടുണ്ടാവും, ഓക്കെ. പക്ഷെ അത് പാടാനും പാടില്ല, അങ്ങോട്ട് കയറാനും പാടില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആ കാര്യത്തിൽ ലക്ഷ്മിയുടെ കൂടെയാണ് ഞാൻ. കാരണം ഈ ലക്ഷ്മി കാണാത്തിൻ്റെ അഭിപ്രായം വളരെ മാന്യമായതാണ്, ഒരു തെറ്റുമില്ല, അതിനോട് സപ്പോർട്ടാണ്, ഒരു പ്രശ്നമില്ല. കാരണം ഈ മതത്തിൽ മതസൗഹാർദ്ദമൊന്നുമില്ല, വെറുതെ അത് അങ്ങനെ പറഞ്ഞുണ്ടാക്കും വേണ്ട. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയില്ല. ഇപ്പം മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നു, ഹിന്ദുക്കൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവർ ചെണ്ട മുട്ടി പാടുന്നു, ഇവർ ദഫ് മുട്ടി പാടിയിട്ട് അതും കൂടെ ആയിക്ക് ജോയിൻ്റ് ആവുമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അവിടെ സൗഹാർദ്ദമില്ല. അതാത് മതത്തിന് അതാത് കാര്യങ്ങളുണ്ടാവും, ആചാരങ്ങളുണ്ടാവും, പിന്നെ അതുപോലുള്ള അനുഷ്ഠാനങ്ങളുണ്ടാവും, അങ്ങനെയുള്ള പല പരിപാടികളുണ്ടാവും. അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവിടെ മതസൗഹാർദ്ദം എന്നുള്ള ഒരു പരിപാടി ഇല്ല. പിന്നെ ഉള്ളത് എന്താണ്? മനുഷ്യ സൗഹാർദ്ദമാണ്. അത് നമ്മളെ ജീവിതകാലം വരെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചൊക്കെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവർക്കൊരു ഭിന്നിപ്പില്ലാത്ത രീതിയിൽ നമ്മളത് ജീവിച്ച് മുന്നോട്ട് പോവുക. നമ്മളെ കൊണ്ട് മാക്സിമം എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ ഉപകാരങ്ങൾ ചെയ്യുക. അതാണ് മനുഷ്യ സൗഹാർദ്ദം. അതല്ലാതെ എന്താ പറയുക, ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഇല്ല, അത് വെറുതെ തോന്നലാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇക്കാര്യത്തിൽ ഈ ലക്ഷ്മി കാണാത്തിൻ്റെ കൂടെ തന്നെയാണ്, സപ്പോർട്ടാണ് നമ്മൾ. പിന്നെ രണ്ടാമത്, ലക്ഷ്മി കാണാത്ത് പറഞ്ഞത്, കാണാത്ത കാര്യങ്ങൾ പറയരുത്, കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. കാണാത്ത പേരായതുകൊണ്ട് നീ കാണാത്തതൊന്നും പറയരുത്. അപ്പോൾ ഇവള് പറയുന്നത് അൻസാരി സൂരി ഉസ്താദ് ഇതിന് സപ്പോർട്ട് ചെയ്തതാണ്. അൻസാരി സൂരി സപ്പോർട്ട് ചെയ്തില്ല എനിക്കറിയില്ല, ഇനി സപ്പോർട്ട് ചെയ്താലില്ലെങ്കിലും അൻസാരി സൂരിക്ക് ഒരു പേരുണ്ട്, അൻസാരി സൂരി എന്ന്. അദ്ദേഹത്തിൻ്റെ പേര് മാദനിക്കിടണ്ട, മാദനി, രണ്ടാം മദനി എന്നാണ് അവള് അൻസാരി സൂര്യനെ എന്താ പറയുക ഉപമിച്ചത്. പക്ഷെ അത് ശരിയല്ല. എന്നാൽ മാദനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. മാദനിനെ നിങ്ങൾ വർഷങ്ങളോളം ജയിലിലിട്ട് ക്രൂരമായ ക്രൂശിച്ച് എന്ത് കാര്യം ഉണ്ടായത്? അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് ചാപ്പ കുത്താൻ സാധിച്ചു? ഇല്ലല്ലോ. അദ്ദേഹത്തിന് എത്ര കാലം നിങ്ങൾ വിചാരണ തടവിട്ട്? എന്താണ് കാരണം? അദ്ദേഹം നിങ്ങൾ ചെയ്യുന്ന ഓരോ നെറിക്കേടുകളും എണ്ണി പറയാറുണ്ട്. ആ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിനെ തടങ്കലിട്ടത് എന്നുള്ളതാണ്. അതിന് പല കേസുകൾ ചുമത്തി നേരെ അകത്തേക്കാണ്ടിട്ടിക്കുക. പക്ഷെ അതല്ല, അതൊന്നും ചെയ്യൽ ശരിയല്ല. എന്നാലോ ഈ മാദനിക്ക് യാതൊരു തകരാറുമില്ല. രണ്ടാം മാദനി എന്ന് അൻസാരിനെ ഉപമിക്കേണ്ട ആവശ്യം കാണാത്തതിനില്ല. കണ്ടുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. അപ്പോൾ എനിക്ക് കാണാത്തിനോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. അൻസാരി സൂര്യൻ്റെ പേര് അൻസാരി സൂര്യക്കും നിന്നോട്ടെ, ലക്ഷ്മി കാണാത്തിൻ്റെ പേര് ലക്ഷ്മി കാണാത്തിനും നിന്നോട്ടെ, അബ്ദുൽ നാസർ മഅദനിൻ്റെ പേര് അബ്ദുൽ നാസർ മഅദനിക്കും നിന്നോട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിച്ചു മറിച്ചു വിടാൻ നിൽക്കണ്ട. അപ്പോൾ നീ നിൻ്റെ പണി എടുത്താൽ മതി. നിനക്ക് ന്യായമായ കാര്യമാണ്, നിനക്ക് നിൻ്റെ അമ്പലത്തിൽ ദഫ് മുട്ടിയും പാടുന്നതൊക്കെ കാര്യം നിനക്ക് പറയാം, ഒരു പ്രയാസങ്ങളുമില്ല. പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ നീയും സംസാരിക്കരുത് എന്ന് മാത്രം ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഭരണം നിങ്ങളുടെ കയ്യിലാണെന്ന് വെച്ച്, ഇത് കേന്ദ്രവും മുഖ്യ സംസ്ഥാനങ്ങളും നിങ്ങളുടെ കയ്യിലാണെന്ന് ഉദ്ദേശിച്ച് എന്തെങ്കിലും പറയരുത്. പറയാൻ പറ്റിയ ന്യായമായ കാര്യങ്ങൾ പറയാം. എൻ്റെ ഇതിൻ്റെ അടിയിലൊക്കെ എത്രയോ വന്ന് തെറി വിളിക്കുന്നത് എന്ത് കാര്യത്തിനാണ്? ഞാൻ ആരെങ്കിലും തെറി വിളിക്കുന്നുണ്ടോ? നിങ്ങളെ ഈ ജീവിത രീതി തന്നെ തെറിവിളിയാണ്.
പക്ഷെ അത് മാറ്റി വെക്കണം. നല്ല രീതിയിൽ പ്രതികരിക്കുക, അതല്ലെങ്കിൽ പിന്നെ അതിനെ പ്രതിഷേധിച്ച് സംസാരിക്കുക, നമ്മളെ പിന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും ന്യായീകരിക്കുക. അതിന് തെറി കൊണ്ടല്ല, നല്ല മാന്യമായ രീതിയിൽ തന്നെ ആശയം കൊണ്ട് നേരിടണം, അല്ലാതെ തെറി കൊണ്ടല്ല. തെറി ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് തെറിപ്പം വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ മോശക്കാരനാവണ്ടെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെ തെറി. കാരണം എനിക്കാണെങ്കിൽ ഇത് തെറി വിളിക്കുന്നവർക്ക് തോന്നും ഇവന് തെറി വിളിച്ചാൽ ഇവന് ഇത് കിട്ടുള്ളൂ, ഒരു ത്രില്ല് കിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് തെറി വിളിക്കുന്നവർ അതാത് തെറി തന്നെ തിരിച്ച് കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടെ കൂടെ മാത്രം വിളിച്ചാൽ മതി. അതെല്ലാം മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ അതിന് പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, അതല്ലെങ്കിൽ പിന്നെ ന്യായീകരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. അതിന് പറ്റുന്നുണ്ടെങ്കിൽ അത് എനിക്ക് മറുപടി പറയാനുള്ളതാണെങ്കിൽ ഞാൻ മറുപടി പറയുകയും ചെയ്യും. ഓക്കെ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ.